വണ്ടി നിർത്ത അച്ഛ. അച്ഛ അർജന്റായിട്ടൊരു അന്ത്യകൂതാശ നടത്തണം. അതിലും വലിയ അർജന്റായിട്ടുള്ള കാര്യത്തിന് പോവാണ് കുഞ്ഞാടാ ഞാൻ. നമ്മുടെ അടക്കാൻ പറ്റുന്ന ഒറോതച്ച നടത്തി നിങ്ങൾ അടിതെറ്റി വീണു. അയ്യോ അച്ഛ വണ്ടി അങ്ങോട്ട് വിടും. ഓ അച്ഛ അച്ഛനെന്തീ ആലോചിക്കണത്? അത് പിന്നെ ഈ മക്കളൊക്കെ വിദേശത്താണല്ലോ, ചടങ്ങിന് അവരെല്ലാം വരുമോ? എവിടെ വരാൻ? വരണമെങ്കിൽ അവര് നേരത്തെ വരൂലേ. അച്ഛനാ ഒറോതച്ചടത്തിന്റെ വീട്ടിലേക്ക് വണ്ടി വിട്ടെ. ഒറോത എങ്കിൽ ഒറോത കേറ്. യെസ്, ദിസ് ഈസ് ബുൾബുൾ. നോ നോ, ഇത് ബുൾബുൾ അല്ല, ഇത് അവൻ തന്നെ. 25 വർഷമായി ഞാൻ തേടി നടക്കുന്ന മലമുഴക്കി വേഴാമ്പൽ. ഇന്ന് അവനെ കണ്ടുപിടിച്ചിട്ട് തന്നെ കാര്യം. അതിയാന്റെ സൂക്കേട് കണ്ടില്ലേ മക്കളെ? ഇപ്പോഴും ആഫ്രിക്കയിലെ കൊടുങ്കാട്ടിലാണെന്നാ വിചാരം. ഇവിടെ സ്വന്തം തള്ള വായു വലിച്ചു കിടക്കുക. അപ്പോഴും അതിയാന്റെ ഒരു ഒടുക്കത്തെ പക്ഷി നിരീക്ഷണം. അന്ത്രയോസ്, ആമസോൺ മഴക്കാടുകളിൽ വംശനാശം നേരിട്ടുകൊണ്ടിരിക്കുന്ന പക്ഷികളെ കുറിച്ച് ഗവേഷണം നടത്തുന്ന ലോക പ്രശസ്ത പക്ഷിശാസ്ത്രജ്ഞൻ എന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന ഇമ്മിണി വലിയ അദ്ദേഹം വർഷങ്ങൾക്ക് മുമ്പ് ഉപരിപഠനാർത്ഥം വിദേശത്തേക്ക് പറഞ്ഞ അന്ത്രയോസ് പിന്നീട് ഒരിക്കലും താൻ വന്ന വഴികളെ കുറിച്ച് ചിന്തിച്ചിട്ടേയില്ല. മോളെ, ഇത് കണ്ട ഡാഡിന്റെ തറവാടെത്തി. ബാബാ. ഏതാണ് ഈ അംഗൻവാടി? അംഗൻവാടിയിലെ ലേഡീസ് അല്ലേ കുട്ടികളെ പഠിപ്പിക്കുന്നത്? എന്തെങ്കിലും ആവട്ടെ, എനിക്കെന്റെ മലമുഴക്കിയാ വലുത്. മൈ ബ്രദർ, ബ്ലഡി റാസ്കൽ, വേൾഡ് ഫേമസ് ആയ ഒരു ബേർഡ് സയന്റിസ്റ്റിനെ കയറി പിടിക്കുന്നു. എന്റെ ഫാൻസ് അറിഞ്ഞാൽ ഷിറ്റ്. ചേട്ടാ, ഇത് ഞാനാ, ഗബ്രിയേൽ, ചേട്ടന്റെ പുന്നാരനിയൻ. ഗബ്രിയേൽ? ഓ മൈ ബ്രദർ. അല്ല ഗബ്രിയേല്, നിനക്കിനെന്ത് പറ്റി? എന്നെക്കാളും വെളുത്ത് ചുവന്ന് തൊടുത്തിരുന്ന നീ ആകപ്പാടെ കറുത്ത് കരിക്കട്ട പോലെ ആയിപ്പോയല്ലോ. ചേട്ടാ, അതൊരു നീണ്ട കഥയാണ്, ഒരു ഷോർട്ട് സ്റ്റോറി, എ സെന്റിമെന്റൽ ത്രില്ലർ. ഗബ്രിയേൽ ഫ്രം ചിലി. ചിലിയിലെ മലനിരകളിൽ കിലോമീറ്ററുകളോളം ഭൂമി തുറന്ന് സ്വർണം ഖനനം ചെയ്യുന്ന ഈ സ്വർണവേട്ടക്കാരൻ സൂര്യപ്രകാശം തന്നെ കണ്ടിട്ട് വർഷങ്ങളായി. 11 മാസം കനിയിൽ ഒരേ പണിയാ. വെറും 1 മാസം മാത്രമാ ലീവ്. അപ്പോ മാത്രമാണ് ഞങ്ങൾ സൂര്യപ്രകാശം കാണുന്നത്. വെള്ളവും വെളിച്ചവുമില്ലാത്ത ആ കനിയിൽ കിടന്ന് ഞാൻ കറുത്തുപോയതാണ് ചേട്ടാ. ബൈ ദ ബൈ, നിന്റെ കൂടെ ഒരു അംഗൻവാടി തന്നെ ഉണ്ടല്ലോ. ആ ചിൽഡ്രൻസ് ഒക്കെ ആരുടെയാ? അവരെല്ലാവരും എന്റെ മക്കളാണ് ചേട്ടാ. കൊല്ലത്തിൽ 11 മാസവും കനി തന്നെ കിടക്കുന്ന നിനക്കെങ്ങനെയാ ഇത്രയും കുട്ടികള്? ബാക്കി 1 മാസമുള്ള കാര്യം ചേട്ടൻ മറന്നുപോയാ? ഓ അല്ല, നിന്റെ വൈഫിനെ കണ്ടില്ലല്ലോ. അവൾ 9 മാസം പ്രഗ്നന്റാ. അപ്പൊ ഈ സമയത്ത് യാത്ര പാടില്ലെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട്. കാര്യങ്ങളുടെ കിടപ്പുവശം ഇതാണെങ്കിൽ 11 നീ കൊല്ലത്തിൽ 12 മാസവും കനി കിടക്കുന്നതാ ബുദ്ധി. അമ്മച്ചിയുടെ മൂത്ത മോൻ അന്ത്രയോസ് വന്നിരിക്കുന്ന അമ്മച്ചി. കണ്ണ് തുറക്കാൻ അമ്മച്ചി. അമ്മച്ചിയുടെ കിടപ്പ് കണ്ടിട്ട് എനിക്ക് സഹിക്കാൻ മേലേട്ട അമ്മ. ഈ കിടക്കണ അമ്മച്ചിയുടെ കൈ കൊണ്ട് എത്ര കിലോ ചക്കക്കുരു ചുട്ടു വന്നിട്ടുള്ളതാ. ഞങ്ങൾക്ക് 6 ചക്കക്കുരു ചുട്ടു തരും അമ്മച്ചി. അമ്മായിയമ്മയുടെ ഈ കിടപ്പ് കാണാനാണോ കർത്താവ് എന്നെ വെച്ചോണ്ടിരിക്കുന്നത്? ഇനിയുള്ള ഓരോ മണിക്കൂറും ഞാൻ അമ്മച്ചിയെ സ്നേഹിച്ചു കൊല്ലും. അമ്മച്ചി നോക്കാൻ വന്നിട്ട് മൊത്തം തിന്നു തീർക്കുമല്ലേടി? സൈലൻസ് പ്ലീസ്. ഈ കിടക്കുന്ന പ്രോപ്പർട്ടിയുടെ പൂർണ്ണ ഉത്തരവാദിത്വം ഡോക്ടർ എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാരും പുറത്തോണം. അയ്യോ, ഇത് ഞങ്ങളുടെ പെറ്റമ്മച്ചിയാ. ഈ കിടക്കണ അമ്മച്ചിയുടെ മക്കളാ ഞങ്ങള്. മക്കളാലും ശരി മരുമക്കളാലും ശരി പുറത്തോണം. ഗൾഫിൽ നേഴ്സായ ഇവൾ ഹോസ്പിറ്റലിന്റെ ഉടമയായ കാട്ടറബിയെ ലൈനടിച്ച് ഒരു തീരുമാനത്തിലെത്തി അവിടെ തന്നെ കഴിഞ്ഞുകൂടുന്നു. ബാക്കിയുള്ള എന്നെ സ്വസ്ഥമായിട്ടൊന്ന് സീരിയൽ കാണാൻ പോലും സമ്മതിക്കത്തില്ല. ഒന്നും മിണ്ടാതിരിക്കടി. പിന്നെ എന്നോട് മിണ്ടരുന്ന് പറഞ്ഞ നീ ആരടി? അതെ, ഞാൻ ഈ വീട്ടിലെ മൂത്ത മരുമോളാ. ഈ ജാനറ്റ് പറയുന്നത് പോലെ ഈ വീട്ടിൽ കാര്യങ്ങൾ നടക്കത്തുള്ളൂ. നീ എന്റെ അനിയന്റെ ഭാര്യ മാത്ര.
അതെ വേറെ വീട്ടിൽ നിന്ന് വന്ന് കയറിയവൾ. ഞാൻ ഇവിടുത്തെ ഏക മകളാ, അത് നീ മനസ്സിലാക്കിക്കോണം. പിന്നെ എനിക്ക് അതല്ലേ പണി. നീ വന്നപ്പോ മുതൽ കള്ള കണ്ണുനീര് ഒഴുക്കുമല്ലേടി, അതിൽ കൂടുതൽ കണ്ണുനീര് ഞാൻ ഒഴിക്കായിരുന്നടി. എന്റെ പെട്രോഷ അല്ല പെട്രീഷ്യ, ഒന്ന് അടങ്ങടി. പെങ്ങളേലും ഒന്ന് അടങ്ങ്. പോടോ, തലയിൽ ലുങ്കിയിട്ട് നടക്കുക നാണോ ഇല്ലാത്തവൻ. ധൈര്യം ഇങ്ങോട്ട് വാ. അങ്ങോട്ട് ഞാനിന്ന് ശരിയാക്കിട്ട് ബാക്കി ഞാനിതിലൊന്ന് ശരിയാക്കട്ടെ. അവള് വന്നേക്കുവാ തന്നോട് കൊണ്ട്. പിന്നെ ഞാൻ രാത്രി 12 മണി. ഡ്രാക്കുള കാപ്പൊടിക്കാനായിട്ട് പുറത്തേക്ക് ഇറങ്ങിയ സമയം. അനുരാഗിണി ഇതായൻ കരളിൽ വിരിഞ്ഞ പൂക്കൾ. അനുരാധേ, ഈ രാത്രി ഈ ആന്ത്രോസിന്റെ ഹൃദയം നിന്നെ തുറന്നു കാണിക്കോടി. അനുരാധേ, നീ എന്റെ ഇടനെഞ്ചിൽ അനുരാഗ വിലോചിതയായി പതഞ്ഞു തുളുമ്പുകയാണ്ടി. ഓ മൈ സ്വീറ്റ് അനുരാധ. ഇച്ചായനെന്താ ഇവിടെ? ചുമ്മാ ചിലപ്പോ പേടിപ്പിക്കാൻ ആരേലും ആയിരിക്കും. അയ്യോ, നീ ഒരു ശബ്ദം കേട്ടില്ലേ? ആരുടെ ശബ്ദം? കഴിഞ്ഞ 10-15 കൊല്ലമായി ഞാൻ തേടിക്കൊണ്ടിരിക്കുന്ന എന്റെ മലമുഴക്കി വേഴാമ്പൽ. ദേ ഹിൽസ് ഓൺ ബേർഡ്സ്. പിന്നെ ഹോം നേഴ്സിന്റെ മുറിയിലല്ലേ മലമുഴക്കി വേഴാമ്പല്? എടാ, ഞങ്ങള് പക്ഷി നിരീക്ഷകർക്ക് ആരുടെ മുറി എന്നൊരു പ്രശ്നമല്ല, ലക്ഷ്യമാണ് ഞങ്ങളുടെ പ്രധാനം. അല്ല, നീ എന്താ ഇവിടെ? കിടന്നപ്പോ ഒരു കമ്പനം, ഒരു എനർജി. ഇവിടെ ഖനനം ചെയ്താൽ സ്വർണം കാണുമെന്നൊരു ഇന്റിമേഷൻ. ഏത് സിക്സ് സെൻസ്? ആ പിന്നെ ഈ നട്ടപ്പാതിരക്കല്ലേ നിന്റെ ഒരു സിക്സ് സെൻസ്. എന്തായാലും ഇതിന്റെ പിന്നിലെ നിഗൂഢത എന്താണെന്നൊന്ന് അറിയാം. ഡ്രാക്കുള തൽക്കാലം ഇവിടെ അവിടെ എന്താണെന്ന് നോക്കട്ടെ. പോയി കിടന്ന് ഉറങ്ങാൻ നോക്കണ. എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു. അയ്യോ, ആരെങ്കിലും വരുന്നതായിരിക്കോ? മാറിക്കോ. അച്ചായോ, ഏതായാലും ഈ കാട്ടറബിയുടെ തനി സ്വഭാവം നമുക്ക് ഇപ്പൊ കാണാം. അതെ, കാത്തിരുന്ന് കാണാം. മിണ്ടാതിരി. അമ്പട കാട്ടറബി നമ്മുടെ ഹോം നേഴ്സിന്റെ മുറിയിലല്ലേ അവൻ മുട്ടുന്നത്. ഇവൻ ആള് വില്ലനാണല്ലോ. ഇനി നമുക്ക് ഒന്നുമില്ല, ഒരു ഓർക്കക്ഷീണം പോലെ. എന്താ അവിടെ പ്രശ്നം? ചോദിക്കണേ നീ. ഭർത്താവ് ഈ ഹോം നേഴ്സിനെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു. ഓഹോ, ഞാൻ ജീവിച്ചിരിക്കുമ്പോ ഇവളെ പീഡിപ്പിക്കാൻ ശ്രമിച്ചു അല്ലേ? ഞാനൊന്നും ചെയ്തില്ല. അച്ഛനിങ്ങനെ ഓരോരോ അന്ത്യഉദാശ നടത്തുമ്പോൾ അമ്മച്ചിയുടെ ആയുസ് കൂടി വരിക. ഇറ്റ്സ് ഇമ്പോസിബിൾ. അച്ഛനൊരു കാര്യം ചെയ്യും, ദീർഘായുസ് കൂടാൻ വേണ്ടി ഒരു കുതാശ നടത്തുന്നു. അത് ചിലപ്പോ ഭർത്താവേ, ഈ പാപികളുടെ ഇടയിൽ നിന്ന് എന്നെ കാത്തോളേ. അച്ഛോ, ലോകത്ത് ഒരു പെറ്റതള്ളമാരും മക്കളോട് ഇങ്ങനെ ചെയ്യരുത്. തെക്കോട്ടില്ല വടക്കോട്ടില്ലെന്നും പറഞ്ഞത് എത്ര നാളെ ഈ കിടപ്പിങ്ങനെ കിടക്കുന്നത്? ഇത് ചതിയല്ല, ഇത് വെറും ചതിയല്ല, കൊലച്ചതിയാ. ഡെഫിനറ്റ്. വാട്ട്? യെസ്.